നമ്മളെ വിട്ടത് എത്ര മണിക്കാണ്? 10:50. നമ്മളിപ്പോ മേലെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് അതിന്റെ ശേഷം നമ്മള് ക്യാൻറ്റീനിൽ വന്ന ടൈമില് സാറുണ്ടായിരുന്നു ക്യാൻറ്റീനിൽ. അപ്പോൾ സാറും നമ്മൾ രണ്ടാൾക്കാരും സെയിം ടൈമിൽ തന്നെയാണ് ചായ കുടിച്ചത്. ബട്ട് സാറിൻ്റെത് കഴിഞ്ഞിട്ടും നമ്മളുടെ എപ്പോഴോ കഴിഞ്ഞാണ്, പക്ഷെ നമ്മൾ ക്യാൻറ്റീനിൽ ഇരുന്ന് സംസാരിച്ചതാണ്. അത് സാറ് നല്ല കണ്ടും ചെയ്തിരിക്കണം. സാറ് നേരെ ക്ലാസ്സിലേക്കും പോയിരിക്കണം. ബട്ട് സാറ് നമ്മളെ ഇന്ന് ക്ലാസ്സിലേക്ക് എത്തില്ല, അത് ഉറപ്പാണ്. നോക്കിക്കോ. പിന്നെന്തിനാ നമ്മളൊരു ക്ലാസ്സിലേക്ക് പോണത്? സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ രണ്ടാൾക്കൊരു നേരം വയ്ക്കിയതാ. പക്ഷെ നമ്മൾ ലാസ്റ്റ് ബാക്കി പിള്ളേരുണ്ടായിരുന്നല്ലോ ക്യാൻറ്റീനിൽ, നമ്മളെല്ലാവരും സംസാരിച്ചിരുന്നു. അങ്ങനെ ഇപ്പൊ ആകെ ക്ലാസ്സിലുണ്ടാവണത് 15 പിള്ളേരുണ്ടാവുള്ളൂ. ബാക്കി 35 പിള്ളേർ പുറത്താണല്ലോ. അപ്പൊ സാർ എങ്ങനെ നമ്മൾ കയറ്റാതിരിക്കുക? ചിലപ്പോൾ നമ്മൾ കയറ്റും, പക്ഷെ നമുക്ക് അറ്റൻഡൻസ് ഉണ്ടാവില്ല. നോക്കിക്കോ, അറ്റൻഡൻസ് ഉണ്ടാവില്ലെങ്കിൽ ഞാൻ എന്തായാലും കയറൂല. നിങ്ങൾ ഫസ്റ്റ് കയറി. അപ്പൊ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ക്ലാസ് കയറൂല. അറ്റൻഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറണ തന്നെ. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കാര്യം? അവിടെ ഇരുന്നിട്ട് എന്തായാലും നമ്മൾ പഠിക്കാൻ കൂടിയില്ല. ഓക്കെ. പിന്നെ അയാളാണെങ്കിൽ മറ്റേ സ്വഭാവം കൊണ്ട് നമ്മൾ എന്തായാലും ക്ലാസ്സിലേക്ക് കയറ്റൂല. അത് 100-ൽ 150% ഉറപ്പാണ്. ഞാൻ എനിക്ക് വാക്ക് തരാം, അയാളാണെങ്കിൽ നമ്മളെ ക്ലാസ്സിലേക്ക് കേറ്റില്ല. ഓക്കെ. എന്ത് ഉടായ്പ പറഞ്ഞില്ല. നമ്മൾ പ്രിന്റ് എടുക്കാനും അല്ല പോയിക്കണത്. അയാളെ നമ്മളെ കണ്ടതാണ്. അയാളെ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ സംസാരിച്ച് നിൽക്കുന്നതും സാറ് കണ്ടിരിക്കണം. ഓക്കെ. എക്സ്ക്യൂസ് മീ സാർ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറട്ടെ. ഞാൻ നിങ്ങളെ എപ്പോഴാണ് വിട്ടത്? സാധാരണ ബ്രേക്ക് എപ്പോഴാണ്? നിങ്ങൾക്കറിയാലോ 11 മണിക്കാണെന്ന്. പക്ഷെ നിങ്ങളെ 5 മിനിറ്റ് മുന്നേ ഞാൻ ക്യാൻറ്റീനിക്ക് വിട്ട്. ഞാനും നിങ്ങളും സെയിം ടൈം തന്നെയാണ് ചായ കുടിച്ചതും ഒക്കെ. ബട്ട് ഞാനിവിടെ എത്തി ഒരു ടോപ്പിക് എടുത്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പൊ ടൈം എത്രയായി? 11:25. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ നിങ്ങളിതിൽ നിങ്ങൾ ഇഷ്ടത്തിന് കയറാനാണെങ്കിൽ നിങ്ങൾ ഈ കോളേജിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഈ പഠിപ്പിക്കുന്ന ടൈമിൽ ഞാനൊരു ടൈം പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഈ ക്ലാസ്സിലേക്ക് ഇരിക്കാൻ പറ്റുന്നവർ മാത്രം കോളേജിലേക്ക് നാളെ മുതൽ വന്നാൽ മതി. നിങ്ങളിപ്പോൾ കയറിക്കോ, ബട്ട് ഞാൻ അറ്റൻഡൻസ് തരില്ല. ഇവ നീ ആദ്യമേ എടുത്തിരുന്നോ? ഞാൻ എന്റെ സീറ്റിലിരുന്നുണ്ട്. അതെന്താ അങ്ങനെ? നിങ്ങളെന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ കാണല്ല ചക്കരയും ഈച്ചും പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നീ അവൻ്റെ അടുത്ത് ഇരുന്നാ മതി. ഞാൻ നിന്റെ സീറ്റിലേക്ക് ഇരിക്കാം. ഓക്കെ. എന്താ അതും പ്രശ്നം? കാര്യം പറ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനല്ലല്ലോ. ഇന്നലെ ഞാൻ നമ്മുടെ കോളേജിൽ നിൽക്കുന്ന ടൈമിൽ ഒരു പെണ്ണ് എന്നോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ ജൂനിയർ ആണ് തോന്നുന്നു, ഏട്ടാ ഇൻസ്റ്റയിലുണ്ടോ, ഇൻസ്റ്റഗ്രാം ആയി തരുമെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്തു. അപ്പം തുടങ്ങിയിട്ട് എന്നെ വാട്സപ്പിൽ ബ്ലോക്കാക്കി. ഞാൻ കോൾ വിളിച്ചപ്പോൾ അതിൽ ബ്ലോക്കാക്കി. പിന്നെ ഞാൻ വേറെ നമ്പറിന്ന് എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ അതിൽ നിന്ന് ബ്ലോക്കാക്കി. പിന്നെ എൻ്റെ മമ്മിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കോളാക്കിയപ്പോഴും അതിലും ബ്ലോക്കാക്കി. എന്താണ് പ്രശ്നം? ഒരു ഇൻസ്റ്റന്റ് ചോദിച്ച് ഞാൻ കൊടുത്ത്. ഇവനുണ്ടല്ലോ കാട്ടുകോയിന്ന് വെച്ചാല് കാട്ടുകോയാണ്. ഒരു പെണ്ണി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചോദിച്ചപ്പോ അവന് കൊടുത്ത്. അവനക്ക് എന്ത് ആവശ്യമായിരുന്നു കൊടുക്കാന്? നേരെ മറിച്ച് എന്നോട് ഏതെങ്കിലും പയ്യന്മാര് വന്നിട്ട് എന്റെ പേര് ജസ്റ്റ് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവൻ തല്ലുണ്ടാക്കുന്ന ആള് അവനക്ക് എന്തോ ആവാം, എനിക്കൊന്നും ആവാൻ പാടില്ല. കുറെ ആൾക്കാർ എന്റെ പുറകെ നടന്നതാണ്. എന്തോ കഷ്ടകാലത്തിനാണ് ഈ കാട്ടുകോയിനൊക്കെ സെറ്റായത്. വാണ്ടില്ലായിരുന്നു. ഓ, ഇപ്പൊ ഞാൻ കാട്ടുകോയ, എന്റെ ഭാഗത്ത് തെറ്റി. നീ ഒരു പെണ്ണാണ്, അപ്പൊ നീ കമ്മിറ്റഡ് ആണ്, അപ്പൊ നീ
ആരും ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി ചോദിച്ചാലും കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ? തനിക്ക് എന്തോ ആവാലേ, എനിക്കെന്തോ ആയിക്കൂടെ. നിന്നെ ഞാൻ ഉണ്ടല്ലോ ക്ലാസ് ആയിപ്പോയി. ക്ലാസ് കഴിഞ്ഞിട്ട് നിനക്കുള്ള പണി ഞാൻ തരാം. രണ്ടും കൂടി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കുറെ നേരം ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേഡും അക്കൗണ്ടും പറയിപ്പിക്കണ്ട. എല്ലാത്തിനും ഞാൻ ദേഷ്യം വന്നിരിക്കുകയാണ്. അറ്റൻഡൻസ് ഇല്ല, ഒരു മാങ്ങാതുമില്ല. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിനുള്ളിൽ കയറാം. പിന്നെ നിങ്ങൾ രണ്ടാളും തല്ലും. നിങ്ങളോട് രണ്ടുപേരോടും പറയും, ഇനി ഏതെങ്കിലും ബോയ്സിന് ഓർ ഗേൾസിന് നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾ അതിന് തല്ലുണ്ടാക്കിയത് നിങ്ങൾ രണ്ടാൾക്കാർ ഞാൻ കൊല്ലും. അടിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പ്രശ്നം സോൾവ് ആക്കിയുണ്ട്. ഓക്കെ? കൊച്ചേ, പൊന്നേ, മുത്തേ, ചക്കരെ, ഇനി ഞാൻ ആർക്കും അക്കൗണ്ട് കൊടുക്കില്ല. പ്രോമിസ്. പിണങ്ങിയിരിക്കല്ലേ, ബ്ലോക്കും തുറക്കും. നല്ല കൊച്ചല്ലേ. ഞാൻ ആർക്കും ആരെയും ഒന്ന് ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേഡ് സോറി ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി ചോദിച്ചാലും ഞാൻ കൊടുക്കൂല. ഓക്കെ? പ്ലീസ്. ആർക്കും കൊടുക്കില്ലല്ലോ? പ്രോമിസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്തുവാ, എന്ത് ക്രിഞ്ചാണ് പൊന്നെ, പൂവേ, ചക്കര, ക്രിഞ്ച്. ശീശേ, ഞാൻ അവിടെ നിന്ന് മണ്ടട്ടെ. ഓക്കെ ഗായ്സ്, ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നാളെ മുതൽ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ? അപ്പോൾ ഇന്ന് ലേറ്റ് ആയതോട് ഒരു കാര്യം കൂടി, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരാം. ആ പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അറ്റൻഡൻസ് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയുള്ള അറ്റൻഡൻസ് ഞാൻ ഇട്ട് തരില്ല. ഓക്കെ? അപ്പോൾ നാളെ എല്ലാവരും ആ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ? എന്തൊരു കഷ്ടമാണ്. നമ്മൾ ആകെ 15 മിനിറ്റ് ലേറ്റ് ആയാലും ഒരാഴ്ചത്തിന് അറ്റൻഡൻസ് എന്തിനു കട്ടാക്കേണ്ട ആവശ്യമാണ്? ഇയാളുണ്ടല്ലോ എന്ത് സാറാണ്. കൈക്ക് കിട്ടിയാണ്ടല്ലോ ഇങ്ങനെ ചീര അരിയണ പോലെ അരിയണം. ദേഷ്യം ഇങ്ങനെ കേറുന്നുണ്ട്. ഇഡിയറ്റ്. ഒരു 15 മിനിറ്റ് ലേറ്റ് ആയതിനാണ് 1 വീക്കത്തെ അറ്റൻഡൻസ് കളയണത്. അതും പ്രോബ്ലം തന്നിരിക്കണം. എന്താ ക്ലാസ്സിൽ കയറ്റിയാൽ എന്താ? റൂൾസ് എല്ലാവർക്കും ഈക്വൽ ആണ്. ഓക്കെ? നീ എന്റെ വൈഫാന്ന് വിചാരിച്ചിട്ട് നിനക്ക് വേറെ റൂൾസും ബാക്കിയുള്ളവർക്ക് വേറെ റൂൾസും ഒന്നല്ല. കോളേജ് ആണെങ്കിൽ ആ റൂൾസ് എന്തായാലും പാലിക്കണം. നീ ഒരു തവണ അല്ല, 2 തവണ അല്ല, 3 തവണ അല്ല, എല്ലാ തവണ നിനക്ക് ലേറ്റ് ആവലാണ് പണി. പിന്നെയാണെങ്കിൽ നായന്റെ ഭാര്യ എത്ര കോയിലിട്ടാലും അത് നിവർന്ന് നിൽക്കൂല. അതേപോലെ തന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറച്ച് പേടിണ്ടാവും വേണ്ടിയാണ് അറ്റൻഡൻസ് കട്ട് ചെയ്യുന്നു പറഞ്ഞത്. നാളെ പ്രോബ്ലം ചെയ്തു, അപ്പൊ അറ്റൻഡൻസ് തരും. ഓക്കെ? അയ്യടാ, പ്രോബ്ലം പട്ടി വന്ന് ചെയ്യും. ഓക്കെ, പട്ടിനോടൊന്ന് ചെയ്യാൻ നോക്ക്. പ്രോബ്ലം ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ 1 വീക്കത്തെ അറ്റൻഡൻസ് ഞാൻ എന്തായാലും കട്ട് ചെയ്യും. എന്താ ഇച്ചായ കുറച്ച് ഓവറല്ലേ? ഇച്ചാൽക്കറിയാം എനിക്ക് മാത്സ് എന്ന് വെച്ചാല് തലയിൽ കയറാത്ത സബ്ജക്റ്റ് ആണെന്ന്. വേറെ ഏത് പ്രോബ്ലം ആണെങ്കിലും ഓക്കെ ഞാൻ ചെയ്തു തന്നിരുന്നു. പക്ഷെ മാത്സ് എന്നെ കൊണ്ട് പറ്റൂല. ഇച്ചായ ചെയ്ത് കാട്ടിച്ചായ. മോളെ കൊച്ചേ, എത്ര വന്നിട്ട് എന്നോട് പറഞ്ഞാലും ഞാൻ ചെയ്തു തരൂല. ഓക്കെ? മാത്സിലെ പഠിക്കാൻ വിചാരിച്ചാൽ പഠിക്കാവുന്ന സബ്ജക്റ്റേ ഉള്ളൂ. അത് നീ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഓക്കെ? നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ഇച്ചായം പറഞ്ഞു തരൂല? പറഞ്ഞു തരൂല? ഇല്ല. എത്ര നീ
ചോദിച്ചാലും ശരി, പുറകെ നടന്നാലും ശരി, ഞാൻ പറഞ്ഞു തരൂല. ഓ അങ്ങനെയാണില്ലേ? ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കി. ആദം, ഇന്നലെ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ അവളെ വീട്ടിലേക്ക് നൈറ്റ് വിളിച്ച്. ഓ എടാ കൊച്ചു കള്ള, ഒരു കൊച്ചു ചെറുക്കനായ നീ ഇപ്പോ ഇല്ലേ പുരുഷനായല്ലോ. എന്തുവാടാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുവാടാ പറയുന്ന? കൊച്ചു കള്ള, എല്ലാതും ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ. ഇന്നലെ എന്തായിരുന്നു നൈറ്റ്? ഓ ആവാലോ. കോപ്പ, നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ വിചാരിക്കുന്ന പോലെ മറ്റതിനല്ല എന്നെ വിളിച്ചത്. അവൾക്ക് നല്ല ലോഡർ ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവളെ വീട്ടിലേക്ക് പോയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എപ്പോഴും മറ്റേ മൈൻഡ് വെച്ച് നടന്നു. അയച്ചടാ, അതിനല്ലേ പോയത്. സോറി, നീ കൊച്ചു പയ്യൻ തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത്. ഇവ നീ അറിഞ്ഞ നമ്മളെ കോളേജില് പുതിയ ടീച്ചറെ വന്നിക്കണല്ല. അതിന് കാണാൻ ഭയങ്കര ലുക്കാണ്. എല്ലാരും മിസ്സിന്റെ പുറകെയാണ്. ഓ ലുക്ക് അല്ലേ? പക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലുക്കത്തി ഫസ്റ്റും ഞാനും സെക്കൻഡും നീയുമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ. അതെ, നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരികൾ. ഓക്കെ വാ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചാല് ചൂടാവത്തെ. നീ പിന്നെ 2 ദിവസം ലീവിലായിരുന്നു. അപ്പൊ ആ ടൈമില് ടീച്ചർ ആരെ പുറകെന്നറിയോ? നിന്റെ ഹസ്ബൻഡിനെ പുറകെ. മീൻസ് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സംഭവം എന്താന്ന് വെച്ചാല് ന്യൂ ടീച്ചറല്ലേ. അപ്പോ ജോയൽ സാറിന് പീരീഡ് ഉണ്ടാവും, നെക്സ്റ്റ് പീരീഡ് ആവും ടീച്ചർ പീരീഡ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? മുന്നേ വന്നിക്കാണ്ട് ജോയൽ സാറിന് ഇങ്ങനെ വായി നോക്കി നിൽക്കും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് സാർ ഇറങ്ങുന്ന ടൈമില് പുതിയ ടീച്ചറല്ലേ, അപ്പൊ കുറച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സാറിനെ അവിടെ പിടിച്ചു നിർത്തും. സാറിങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പക്ഷെ മിസ്സിന്റെ ടീച്ചറെ കണ്ണ് ജോയൽ സാറിന് വീത്തന്നെ. അപ്പോ ടീച്ചറിന് അറിയില്ല ജോയൽ സാർ മാരീഡ് ആണെന്ന്. അറിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോന്ന് ഞാൻ നോക്കൂല. എൻ്റെ ഇച്ചവനെ ആരെയും നോക്കിയാലേ എൻ്റെ സ്വഭാവം എന്താന്ന് ആ ടീച്ചർ എന്തായാലും അറിയും. ഓക്കെ, ഗുഡ് മോർണിംഗ് ജോയൽ സാർ. ജോയൽ സാറിന് എന്തേ നേരത്തെയാണോ? വാവ്, ഈ ഷർട്ടിൽ സാറിന് കാണാം അടിപൊളി ആയിരിക്കണം, നല്ല ലുക്കായിരിക്കണല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ ഒന്നല്ല, ഇന്ന് വരുന്ന ടൈമിലാണ് ഞാൻ എത്തിയത്. ഓ അങ്ങനല്ലേ സാർ, താങ്ക് യു. ഞാൻ ഫസ്റ്റ് ആയിട്ട് ആണല്ലോ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യണത്. അപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തുകൊണ്ട് എനിക്ക് ഒക്കെ മനസ്സിലായി. പിന്നെ ആ ടെൻഷൻ തന്നെ പോയി. പിന്നെ ഞാൻ സാറ് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ 5 മിനിറ്റ് മുമ്പൊക്കെ ഞാനിങ്ങനെ ക്ലാസ്സിലേക്ക്
പുറത്ത് നിന്നിട്ട് ഞാൻ കേൾക്കും. നല്ല രസമായിട്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അതേപോലെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓ, എൻ്റെ ക്ലാസ് ടീച്ചർ എന്താ പറഞ്ഞ എൻ്റെ ക്ലാസ് നല്ലതാണെന്ന്. ആ കുട്ടികൾക്കറിയാം എൻ്റെ ക്ലാസ് നല്ലതാണോ അല്ലേന്ന്. പിന്നെ ടീച്ചർക്ക് എന്ത് ഡൗട്ടായാലും എന്നോട് ചോദിച്ചാൽ മതി, ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ ഓക്കെ. കുട്ടികൾക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. സാറ് എന്തൊരു ക്യൂട്ടാണ് ചിരിക്കുമ്പോ. ഈശോയെ, തീർന്നു തീർന്നു തീർന്നു. ക്യൂട്ടാണല്ലേ. താന് വീട്ടിലേക്ക് വാടോ, തനിക്കുള്ള പണി ഞാൻ തരാം. എന്റെ കർത്താവേ രക്ഷിക്കണേ, എന്റെ കൈയും കാലും ഒടിക്കാൻ നോക്കണേ. ഇസമോളെ, ഇച്ചായും വന്ന്. താൻ വരാൻ ഞാൻ കാത്തു നിൽക്കായിരുന്നു. ക്യൂട്ടല്ലേ, നീ ഇങ്ങോട്ട് വാ, ശരിയാക്കി തരാം ഞാൻ. അയ്യോ, എന്റെ വയറ്. എന്തടി നിനക്കെന്ത് വട്ടാണോ? ആടാ, എനിക്ക് വട്ടാണ്. എന്തേലും ക്യൂട്ടാണ്, ചിരി നല്ല രസമാണ്, എന്തേലും സംസാരം. അപ്പഴേ ഞാന് കോളേജ് ആയോണ്ട് ഞാൻ ക്ഷമിച്ചു നിന്നതാണ്. അയ്യോ, എന്റെ വയറ്. എന്ത് ചവിട്ടാടി നീ ചവിട്ടിയത്. ചായ നല്ല വേദനിക്കുന്നുണ്ടോ? ഇല്ലടി, നല്ല സുഖം ഉണ്ടല്ലോ. ചവിട്ടിയ പിന്നെ നല്ല സുഖല്ലേ ഉണ്ടാവില്ല, പെയിൻ ഉണ്ടാവില്ലല്ലോ. സോറി ചായ, അത് അവള് അങ്ങനെയൊക്കെ ചായനോട് പറഞ്ഞിട്ടല്ലേ, എന്റെ കൺട്രോള് പോയി. അപ്പത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്തതാ. സോറി സോറി. അവളങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെയ്ത്? നിനക്ക് നല്ല പോലെ അറിയാം ഞാൻ നിന്നെ വിട്ടിട്ട് എവിടേക്കും പോവില്ല. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചവിട്ടണത്? എന്താ വേദന എന്നറിയോ? സോറി സോറി സോറി. വേദന മാറാനുള്ള മരുന്ന് ഞാൻ തരാം. സാർ, എനിക്ക് സാറോട് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനുണ്ട്. ഓക്കെ ഓക്കെ, താൻ പറഞ്ഞോ. സാർ, ഐ ലൈക്ക് യു. വിൽ യു മാരി മീ? നോ വേ, ഐ ആം മാരീഡ്. വാട്ട്? സാർ മാരീഡ് ആണെന്ന്? അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഓ, തനിക്ക് വിശ്വാസമല്ല? ഇസ, പ്ലീസ് കം. ഷീസ് മൈ വൈഫ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 1 year ആയി. അപ്പോൾ ഈ കോളേജ് കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ എല്ലാവരോടും പറയും ഷീസ് മൈ വൈഫ് എന്ന്. ഓക്കെ, താനൊന്നും വിചാരിക്കരുത്. ഐ എം റിയലി സോറി.